മോഹൻലാലിന് കിട്ടിയിട്ടുള്ള പ്രിവിലേജ് ആനക്കൊമ്പ് കേസിൽ ആനക്കൊമ്പ് ഇപ്പോഴും മോഹൻലാലിന്റെ വീട്ടിൽ തന്നെയുണ്ട്. എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ഇളവിന് എഴുതുകയും ആ ഇളവ് വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇതിന് കൊടുക്കുന്ന ടൈറ്റിൽ കാർഡുകൾ വേടൻ എന്ന റാപ്പർ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള വാദഗതികളാണ്. ഇതിനകത്ത് വേടനെ പിടിക്കുന്നത് 1-2 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാമിൽ താഴെയുള്ള കഞ്ചാവ് കേസിലാണ്. കഞ്ചാവ് കേസിൽ കേരളത്തിലെ പോലീസ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ കഞ്ചാവ് ഉപയോഗത്തെയാണ്. മറിച്ച് കഞ്ചാവോ അല്ലെങ്കിൽ അതിനെ മുകളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽ ഡ്രഗിനെയോ ഡീല് ചെയ്യുന്ന ഒരു ഡീലറെ പോലും നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഫോക്കസ് മുഴുവനും ഇപ്പോ സെലിബ്രിറ്റികൾ അവരുടെ വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. മാധ്യമങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ. അല്ല, ഞാൻ ഹരീഷ്, അപ്പോൾ സെലിബ്രിറ്റികൾ വീട്ടിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇത് പിടിക്കണ്ട, ഇത് അന്വേഷിക്കണ്ട, ഇതങ്ങ് വിട്ടുകളയാം, ഇനി ഇത് സോഴ്സ് കണ്ടെത്തിയിട്ട് ഈ കേസൊക്കെ പിടിച്ചാൽ മതി എന്നാണോ? കേസ് പിടിക്കുന്നതിനെതിരായിട്ടോ പോലീസിനെതിരായിട്ടോ എക്സൈസിനെതിരായിട്ടോ നിയമ നടപടികൾക്കെതിരായിട്ടോ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല എന്നാണ് ഉത്തരം. മറിച്ച് കേരള പോലീസിന്റെയും ഈ മിഷന്റെയും ഫോക്കസ് ശരിയാണോ? നിങ്ങൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അവിടെയാണ് പ്രശ്നം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരാളെ 5 ഗ്രാം കഞ്ചാവിനെ അറസ്റ്റ് ചെയ്തത് ഫോക്കസ് ചെയ്യലാണോ നമ്മുടെ ഈ സ്റ്റേറ്റിന്റെ മിഷൻ? അതാണോ ലക്ഷ്യം? അല്ല. അതേസമയം അയാളെ പുറത്തു കൊണ്ടുവരണമെന്നോ ഏതെങ്കിലും തരത്തിൽ അയാൾ ഈ നിയമ സംവിധാനത്തിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്നോ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയി ഒരാളെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ മോഡിലുള്ള, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏഷ്യാനെറ്റിന്റെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ പറയാം. ഏഷ്യാനെറ്റിന്റെ ടൈറ്റിൽ കാർഡിൽ വേടന്റെ റാപ്പിന്റെ വാക്കുകൾ കോട്ട് ചെയ്ത് അതിനെ റദ്ദാക്കുന്ന തരത്തിൽ കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ലഹരിക്കെതിരെ ഒരു വലിയ പ്രസംഗം നടത്തിയ ഒരാൾ, ലഹരിക്കെതിരെ വലിയ പ്രസംഗം നടത്തി അങ്ങനെ യുവതലമുറയുടെ കയ്യടി വാങ്ങിച്ച ഒരാൾ ആ ലഹരി കേസിൽ അറസ്റ്റിലാകുമ്പോൾ ഡിസ്പ്രപ്പോർഷനായിട്ട് തന്നെയുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്ത കൊടുക്കാൻ നിർബന്ധിതരാകും. കാരണം ആ തരത്തിലുള്ള മൈലേജും സെലിബ്രിറ്റി സ്റ്റാറ്റസും അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സാധാരണക്കാരൻ അറസ്റ്റിലാകുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ ആ വാർത്ത ചിത്രീകരിക്കപ്പെടും. അതിലെന്താണ് തെറ്റ്? മാധ്യമങ്ങൾ കേരളത്തിലെ കഞ്ചാവ് ഉപയോഗത്തെയും കേരളത്തിലെ രാസലഹരിയുടെ നിർമ്മാണത്തെയും വിതരണത്തെയും ഒരുപോലെ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രയോറിറ്റിയാണ്. വ്യക്തിപരമായി എന്റെ പ്രയോറിറ്റി അല്ല. ഞാൻ ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള, അവിടെയെല്ലാം ദിവസങ്ങളോളം ആഴ്ചകളോളം താമസിച്ച് ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ്. മനുഷ്യർ വ്യക്തിഗതമായി കഞ്ചാവ് ഉപയോഗിക്കുന്നതോ അത്തരത്തിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതോ ആ സ്റ്റേറ്റുകളെല്ലാം, ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം അതിനെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അവർക്ക് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ പാർലമെന്റ് പാസാക്കിയ നിയമം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കേസ് ബെയിലബിൾ ഒഫൻസ് ആക്കിയിരിക്കുന്നത്. അതിന് മുകളിലുള്ള ഒഫൻസ് ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു ക്യാമ്പയിൻ, ഒരു മിഷൻ മോഡ് ആക്ഷൻ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് കേരളത്തിലെ ചാനലുകൾക്ക് സെലിബ്രിറ്റികൾ 5 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതിലാണ് എന്നതാണ് എന്റെ പ്രശ്നം.